വെൽക്കം ടു വരാന്ത റേസ് യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് ശ്രുതി. സോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നവംബർ ഫസ്റ്റ് വീക്കിൻ്റെ കറണ്ട് അഫയേഴ്സ് ആയിട്ടാണ്. സോ നമ്മൾ നവംബർ ഫസ്റ്റ് വീക്കിൽ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് ബാങ്കിങ് ആൻഡ് ഫിനാൻസ് ന്യൂസ് ആയിരിക്കും. സോ നവംബർ ആദ്യത്തെ ആഴ്ചയിൽ എന്തൊക്കെ ബാങ്കിങ് ന്യൂസാണ്, എന്തൊക്കെ ഫിനാൻഷ്യൽ ന്യൂസാണ് വന്നേക്കുന്നത് നമുക്ക് നോക്കാം. സോ അതിന് മുന്നേ എല്ലാവരുടെയും പ്രിപ്പറേഷൻ നല്ല രീതിയിൽ പോകുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. SBI ക്ലർക്കിൻ്റെ മെയിൻസ് വന്നിട്ട് ഫെബ്രുവരിയിലായിരിക്കും. അപ്പോൾ അതുവഴിയേക്ക് നമ്മൾ നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി ഈ 4 മാസത്തെ കറണ്ട് അഫയേഴ്സ് നമ്മൾ തരവായിട്ടിരിക്കണം. സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ട ടോപ്പിക്കുകളാണ് ബാങ്കിങ് ആൻഡ് ഫിനാൻസ്, അതുപോലെ സ്കീം ന്യൂസും നാഷണൽ ന്യൂസും. ഇതൊക്കെ നമ്മൾ സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ട ന്യൂസ് തന്നെയാണ്. സോ നമ്മൾ അതുകൊണ്ടാണ് ഇപ്പോൾ ബാങ്കിങ്ങിൻ്റെ ന്യൂസ് പഠിക്കുന്നത്. ഓക്കെ, സോ വൺസ് അഗൈൻ വെൽക്കം ടു ദ വീഡിയോ. നമുക്ക് ആദ്യത്തെ ന്യൂസ് എന്താണെന്ന് നോക്കാം. അതെന്താ, ഒരു UPI ട്രാൻസാക്ഷൻ്റെ കാര്യമാണ് പറയുന്നത്. ഒക്ടോബർ മന്തിലാണ് ഇതുവരേക്കുള്ള UPI ട്രാൻസാക്ഷൻ ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് നിൽക്കുന്നത്. അതാണ് നമ്മുടെ ആദ്യത്തെ ന്യൂസിനകത്ത് പറയുന്നത്. നമ്മൾ നേരത്തെ കണ്ടായിരുന്നു, സെപ്റ്റംബർ മന്തിൻ്റെ കണക്കൊക്കെ കണ്ടായിരുന്നു. സെപ്റ്റംബർ മന്തിൽ എന്തായിരുന്നു, 10.56 ബില്യൺ ആയിരുന്നു സെപ്റ്റംബറിൽ വന്നത്. അപ്പോൾ അതുവരേക്കും സെപ്റ്റംബറിലായിരുന്നു ഏറ്റവും കൂടിയ UPI ട്രാൻസാക്ഷൻ നിലവിലുണ്ടായിരുന്നത്. പക്ഷേ അതിനെ മറികടന്നാണ് ഇപ്പം നമ്മുടെ ഒക്ടോബറിലേക്ക് വന്നത്. ഒക്ടോബറിൽ എന്താ പറയുന്നത്, സെപ്റ്റംബറിലെ 10.56 ബില്യൺ ട്രാൻസാക്ഷൻ ഉണ്ടായിരുന്നു. അതിനെക്കാട്ടിലും 8% കൂടുതലാണ് ഇപ്രാവശ്യം നമ്മുടെ ഒക്ടോബറിലെ UPI ട്രാൻസാക്ഷൻ്റെ എണ്ണം പറഞ്ഞേക്കുന്നത്. അതെത്ര, 11.41 ബില്യൺ ട്രാൻസാക്ഷൻസ് ആണ് ഇപ്പം നടന്നത്. എണ്ണം മാത്രമാണ് 11.41 ബില്യൺ ട്രാൻസാക്ഷൻസ് ആണ് ഒക്ടോബർ ആയപ്പം വന്നത്. അതോടുകൂടി തന്നെ എന്ത് പറയാൻ പറ്റും, ഒക്ടോബറിലാണ് ഇതുവരേക്കുള്ള ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് UPI ട്രാൻസാക്ഷൻസ് നടന്നത്. ഓക്കെ, ഇനി എത്ര രൂപയുടെ ട്രാൻസാക്ഷൻസ് ആണ് മൊത്തം, ഇൻ ടോട്ടൽ എത്ര രൂപയുടെ ട്രാൻസാക്ഷൻസ് നടന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 17.16 ട്രില്യൺ റുപ്പീസിൻ്റെ ട്രാൻസാക്ഷൻസ് ആണ് നടന്നത്. സെപ്റ്റംബറിൽ എത്രയായിരുന്നു, 15.8 ട്രില്യൺ ട്രാൻസാക്ഷൻസ് ആയിരുന്നു. 15.8 ട്രില്യൺ റുപ്പിയുടെ ട്രാൻസാക്ഷൻസ് ആയിരുന്നു. അതായത് ആ സെപ്റ്റംബറിൽ നടന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ 9% കൂടുതലാണ് ഇപ്പോൾ ഒക്ടോബറിൽ നടന്നത്. 17.16 ട്രില്യൺ റുപ്പീസ് ട്രാൻസാക്ഷൻസ് ആണ്. അപ്പോൾ UPI ട്രാൻസാക്ഷൻ പീക്കിൽ വന്ന ന്യൂസാണ് ആദ്യം പറഞ്ഞേക്കുന്നത്. ഇനി NPCയുടെ കാര്യങ്ങളൊക്കെയാണ്. അത് നമ്മൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് നോക്കാം. സ്റ്റിൽ കഴിഞ്ഞ വർഷത്തെയുമായിട്ടുള്ള കമ്പാരിസൺ ആണ് പറഞ്ഞേക്കുന്നത്. ഒക്ടോബർ തന്നെ കഴിഞ്ഞ വർഷം നോക്കുകയാണെങ്കിൽ 7.30 ബില്യൺ ട്രാൻസാക്ഷൻസ് ഉണ്ടായിരുന്നു. അതേസമയം ഇപ്രാവശ്യം അതിനേക്കാട്ടിലും 42% കൂടുതലാണ് ഈ പ്രാവശ്യം നടന്നത്. ഓക്കെ, ഇതൊക്കെ എന്താ, NPCയുടെ നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ കണക്ക് പ്രകാരമാണ് ഇപ്പോൾ ഇതെല്ലാം പറഞ്ഞേക്കുന്നത്. ഓക്കെ, അടുത്ത ന്യൂസ് നോക്കാം. HSBC ഇന്ത്യയാണ് ഒരു ബാങ്ക് ഗ്യാരണ്ടി, അതായത് ഇലക്ട്രോണിക് ബാങ്ക് ഗ്യാരണ്ടി തുടങ്ങി എന്നുള്ള, അതായത് MSMEസിന് വേണ്ടിയിട്ട് HSBC ഇന്ത്യ ഒരു പുതിയ ബാങ്ക് ഗ്യാരണ്ടി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മൾ അടുത്ത ന്യൂസിനകത്ത് കാണുന്നത്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ബാങ്ക് ഗ്യാരണ്ടി എന്താണെന്ന് അറിഞ്ഞിരിക്കണം അല്ലേ. ബാങ്ക് ഗ്യാരണ്ടി എന്താ, ഇപ്പോൾ ഒരു തേർഡ് പാർട്ടി അതുപോലെ ഒരു ആപ്ലിക്കൻറ്റ് തമ്മിലുള്ള ട്രാൻസാക്ഷന് ബാങ്ക് ഒരു ഗ്യാരണ്ടി ആയിട്ട് നിൽക്കുവാണ്. അതായത് ഇൻ കേസ് നമ്മുടെ ബോറോവറിന് ഇപ്പോൾ ഈ പറയുന്ന പൈസ അല്ലെങ്കിൽ ലോൺ അടച്ചു തീർക്കാൻ പറ്റത്തില്ല എന്ന് വിചാരിച്ചോ, അപ്പം ആ ഒരു ഒബ്ലിഗേഷൻ അല്ലെങ്കിൽ ആ ഒരു കടബാധ്യതകൾ തീർക്കേണ്ട ഉത്തരവാദിത്തം ആ ഗ്യാരണ്ടി, ബാങ്ക് ഗ്യാരണ്ടി ആയിട്ട് നിന്ന ബാങ്കിനാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും. അതിനാണ് ആ പറഞ്ഞ ബോറോവറിൻ്റെ കടബാധ്യതകൾ തീർക്കാനുള്ള ഉത്തരവാദിത്തം. അപ്പോൾ അങ്ങനെ ഒരു തേർഡ് പാർട്ടിയുമായിട്ട് ഒരു ബോറോവറിന് വേണ്ടിയിട്ട് ഒരു ബാങ്ക് ഇൻ മിഡിലിൽ ഒരു ഗ്യാരണ്ടി ആയിട്ട് ആക്റ്റീവ് ആണെങ്കിൽ അതിനെയാണ് നമ്മൾ ബാങ്ക് ഗ്യാരണ്ടി എന്ന് പറയുന്നത്. ഓക്കെ, ഇത് പറഞ്ഞാൽ ഇപ്പോൾ എന്താ, ട്രാൻസാക്ഷൻ ഒരു സൈക്കിൾ ഒരു 2-3 ദിവസമൊക്കെ നീണ്ടു വരുന്നതാണ്. കാരണം ബൈ പേപ്പർ മെത്തേഡ്സൊക്കെയാണ് അതിൽ വരുന്നത്. അപ്പം അതിൻ്റേതായ ലാഗൊക്കെ വരാറുണ്ട് ട്രാൻസാക്ഷൻ സൈക്കിളിൽ. അപ്പം ഇത് ഇനി ബാങ്ക് ഗ്യാരണ്ടി HSBC ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ HSBC ആണ് ബാങ്ക് ഗ്യാരണ്ടി ആദ്യമായിട്ട് കൊണ്ടുവന്നതെന്നല്ല ഞാൻ പറയുന്നത്. ആദ്യമായിട്ട് ബാങ്ക് ഗ്യാരണ്ടി, ഇപ്പോൾ ബാങ്ക് ഗ്യാരണ്ടി എന്തെന്ന് മനസ്സിലായല്ലോ. ഇതെല്ലാം സെയിം പ്രൊസീജിയർ തന്നെ ഇലക്ട്രോണിക് രീതിയിൽ ചെയ്യുമ്പോൾ, അതായത് ഡിജിറ്റലി ചെയ്യുന്നതിനാണ് നമ്മൾ ബാങ്ക് ഗ്യാരണ്ടി എന്ന് പറയുന്നത്. പ്രോസസ്സ് എല്ലാം സെയിം തന്നെയാണ്, പക്ഷേങ്കിൽ അവിടെ പേപ്പർ യൂസ് വരുന്നില്ല, മൊത്തം ഡിജിറ്റൽ യൂസാണ് അവിടെ വരുന്നത്. അപ്പോൾ അവിടുത്തെ ട്രാൻസാക്ഷൻ സൈക്കിൾ തന്നെ ക്രമേണ കുറയുന്നതായിരിക്കും. 2-3 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ ഈ പ്രോസസ്സ് എല്ലാം തീരുന്നതായിരിക്കും. അപ്പം ഇങ്ങനൊരു ബാങ്ക് ഗ്യാരണ്ടി HSBC ഇന്ത്യ ലോഞ്ച് ചെയ്തു. ആർക്ക് വേണ്ടിയിട്ട്? MSMEസിന് വേണ്ടിയിട്ട്, അവരുടെ സർവീസസിന് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ബാങ്ക് ഗ്യാരണ്ടി ഇപ്പോൾ നിലവിൽ HSBC ഇന്ത്യ
കൊണ്ടുവന്നത്. അപ്പം ഈ ബാങ്ക് ഗ്യാരണ്ടി ആദ്യമായിട്ട് കൊണ്ടുവന്ന ബാങ്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ HSBC അല്ല, HDFC ആണ്. ഓക്കെ, അത് നിങ്ങൾ ഇതിനകത്തുനിന്ന് നമുക്ക് ചിലപ്പോൾ ന്യൂസ് ഇത്രേ പഠിക്കാൻ കാണത്തുള്ളൂ. ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഈ ബാങ്ക് ഗ്യാരണ്ടി ആദ്യമായിട്ട് ലോഞ്ച് ചെയ്ത ബാങ്ക് ഏതാണ്. ഓക്കെ, അത് HDFC ആണ്. അപ്പം ഇങ്ങനൊരു സംഭവമാണ് ഈ ന്യൂസിനകത്ത് മെയിനായിട്ട് പറയുന്നത്. ഇനി എന്തൊക്കെയാണെന്ന് നോക്കുക. അതിനകത്ത് സ്റ്റാമ്പിങ്ങും സൈനിങ്ങും, അതായത് ഞാൻ പറഞ്ഞല്ലോ ഡിജിറ്റലി ആണ് നമ്മൾ ഗ്യാരണ്ടി ഇവിടെ നിൽക്കുന്നത്. ബാങ്ക് അവിടെ ഡിജിറ്റൽ ഗ്യാരണ്ടിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം അതിലൂടെ തന്നെ പുതുതായിട്ട് സ്റ്റാമ്പിങ്ങും സൈനിങ്ങും ഒക്കെ അവർ ഡിജിറ്റലി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഈ ഒരു പ്രോഗ്രാമിലൂടെ തന്നെ. പിന്നെ അതുപോലെ ഇതൊക്കെ വന്നത് HSBC ഇന്ത്യ നാഷണൽ ഗവേണൻസ് സർവീസസ് ലിമിറ്റഡ്, അതായത് NESL-ഉമായിട്ട് ടൈപ്പ് ആയിട്ടാണ് MSMEസിന് വേണ്ടിയിട്ട് ബാങ്ക് ഗ്യാരണ്ടി ലോഞ്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ NESL എന്താ? നാഷണൽ ഗവേണൻസ് സർവീസസ് ലിമിറ്റഡ്. ഇവരുമായിട്ടാണ് HSBC ഇന്ത്യ ടൈപ്പ് ആയത്. എന്തിനു വേണ്ടിയിട്ടാണ്? MSMEസിനും അതുപോലെ കോർപ്പറേറ്റ് ക്ലയൻസിനും ഒക്കെ വേണ്ടിയിട്ട് ബാങ്ക് ഗ്യാരണ്ടി ലോഞ്ച് ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ, ഇതെന്താണെന്ന് വെച്ചാൽ പഴയ നേരത്തേക്കുള്ള പേപ്പർ ബേസ്ഡ് ആയിട്ടുള്ള ബാങ്ക് ഗ്യാരണ്ടീനെയൊക്കെ, അതായത് കൺവെൻഷണൽ മെത്തേഡ്സ് ഒക്കെ ഒന്ന് റീപ്ലേസ് ചെയ്യുവാണ് ചെയ്തത്. അപ്പോൾ എന്താ അവിടെ ട്രാൻസാക്ഷൻ സൈക്കിൾ വളരെ കുറവായിരിക്കും. നേരത്തെ 2-3 ദിവസം എടുത്തിരുന്ന ട്രാൻസാക്ഷൻ സൈക്കിളൊക്കെ ഇപ്പം വിത്തിൻ എ ഫ്യൂ മിനിറ്റ്സ് എല്ലാം പ്രോസസ്സ് എല്ലാം കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. ഓക്കെ, HSBCയുടെ സ്റ്റാറ്റിക് ന്യൂസ് എന്താ നോക്കാം. HSBC എല്ലാവർക്കും അറിയാലോ, ഹോങ്കോങ് ആൻഡ് ഷാങ്ഹായ് ബാങ്കിങ് കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ്. അതിൻ്റെ ഇന്ത്യൻ നാമാണ് HSBC ഇന്ത്യ. അപ്പം ഹെഡ് ക്വാർട്ടർ വന്നിട്ട് മുംബൈയിലാണ്. CEO ഹിതേന്ദ്ര ദാവെയാണ് CEO. ഓക്കെ, അടുത്ത ന്യൂസ് നോക്കാം. റിലയൻസ് SBI കാർഡ് അല്ലേ. റിലയൻസ് SBI കാർഡാണ് അടുത്ത നമ്മൾ കാണാൻ പോകുന്ന ന്യൂസ്. അതായത് SBI കാർഡ് ഒരു റിലയൻസ് റീറ്റെയിലുമായിട്ട് ഒരു പുതിയ കൊളാബറേഷനിൽ വന്നിട്ടുണ്ട്. അതാണ് റിലയൻസ് SBI കാർഡ്. 2 ഫോമിലാണ് വന്നേക്കുന്നത്, റിലയൻസ് SBI കാർഡ് ആൻഡ് റിലയൻസ് SBI കാർഡ് പ്രൈം. ഈ 2 ഫോമിലായിട്ടാണ് ഇപ്പോൾ പുതിയ കാർഡ് ഇറക്കുന്നത്. അത് ആരൊക്കെയാണ്? SBI കാർഡാണ് ഇറക്കുന്നത്. ആരുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടാണ്? റിലയൻസ് റീറ്റെയിലുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടാണ് ഈ പറഞ്ഞിരിക്കുന്ന റിലയൻസ് SBI കാർഡ് ഇറക്കുന്നത്. ഇതൊരു റീറ്റെയിൽ കോ ബ്രാൻഡഡ് ക്രെഡിറ്റ് കാർഡാണ്. ഓക്കെ, നമ്മുടെ സാധാരണ ക്രെഡിറ്റ് കാർഡ് പോലെ തന്നെയാണ്, പക്ഷേ SBI ഇറക്കുന്നു. റിലയൻസുമായിട്ട് ടൈപ്പ് ചെയ്തിട്ടാണ്. അപ്പോൾ അതിൻ്റെ പേര് വന്നിട്ട് റിലയൻസ് SBI കാർഡ് എന്നാണ്. അത് 2 ഫോമിലാണ് ആദ്യം വരുന്നത്, റിലയൻസ് SBI കാർഡും പിന്നെ റിലയൻസ് SBI കാർഡ് പ്രൈമും. ഓക്കെ, അടുത്ത M&M ഫിനാൻഷ്യൽ സർവീസസ് ഒരു കോ ലെൻഡിങ് പാർട്ട്ണർഷിപ്പ് ആണ് പറയുന്നത്. SBIയുമായിട്ട് ചേർന്നിട്ട് M&M എന്ന് പറയുന്നത് മഹീന്ദ്ര ഫിനാൻസ് ലിമിറ്റഡിൻ്റെ ഒരു ആമാണ്. M&M ഫിനാൻസ് സർവീസസ് അവരും SBIയുമായിട്ട് ഒരു കോ ലെൻഡിങ് പാർട്ട്ണർഷിപ്പ് വന്നിട്ടുണ്ട്. അതായത് M&M മഹീന്ദ്ര ഫിനാൻസ് സൊല്യൂഷൻസിൻ്റെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടാണ് SBI ഇങ്ങനൊരു സംഭവം കൊണ്ടുവന്നേക്കുന്നത്. M&M ഫിനാൻഷ്യൽ സർവീസസ് വന്നേക്കുന്നത്. ഓക്കെ, അതായത് മഹീന്ദ്ര ഫിനാൻസ് ആൻഡ് അവരുടെ SBIയുടെ എന്താ പറയുക കോസ്റ്റ് എഫിഷ്യൻറ്റ് ക്യാപിറ്റലും അതുപോലെ തന്നെ മഹീന്ദ്ര സർവീസസിൻ്റെ സ്ട്രെങ്ത്തും അവരുടെ ബെനിഫിറ്റ്സും ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് ഈ പറയുന്ന മഹീന്ദ്ര ഫിനാൻഷ്യൽ അവരുടെ കസ്റ്റമേഴ്സിനെ ബെനിഫിറ്റ് ആക്കുന്ന രീതിയിൽ ഒരു കോ ലെൻഡിങ് ആണ് കൊണ്ടുവന്നത്. അതായത് മഹീന്ദ്രയുടെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് കോ ലെൻഡിങ്. അപ്പോൾ അത് ഫണ്ടിങ് കൊടുക്കുന്നത് നമ്മുടെ SBI ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ബേസിക്കലി മഹീന്ദ്രൻ ഫിനാൻസ് ലിമിറ്റഡ് അല്ലെങ്കിൽ M&M ഫിനാൻഷ്യൽ സർവീസസ് കോ ലെൻഡിങ് പാർട്ട്ണർഷിപ്പ് വിത്ത് SBI എന്ന് ഉദ്ദേശിക്കുന്നത്. ബേസിക്കലി ഇതിപ്പോൾ ഒരു NBFC ആണല്ലോ, അപ്പോൾ അതിൻ്റെ NBFC കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ വരുന്ന NBFC ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ മഹീന്ദ്ര ഫിനാൻസ് ലിമിറ്റഡാണ് അവിടുത്തെ വരുന്ന NBFC എന്ന് പറയുന്നത്. ഓക്കെ, മഹീന്ദ്രയുടെ ആദ്യത്തെ കോ ലെൻഡിങ് ടൈപ്പാണ്. അത് SBIയുമായിട്ടാണ് മഹീന്ദ്ര ഫിനാൻസ് ആദ്യമായിട്ടൊരു കോ ലെൻഡിങ് ടൈപ്പ് വരുന്നത്. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഹീന്ദ്ര ഫിനാൻസിൻ്റെ കസ്റ്റമേഴ്സിന് NBFC സൊല്യൂഷൻസ് അല്ലെങ്കിൽ SBIയുടെ ഒരുപാട് ഫിനാൻഷ്യൽ സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യണം. ആരുടെ? മഹീന്ദ്ര ഫിനാൻസിൻ്റെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് M&M ഫിനാൻസ് സർവീസസും SBIയും തമ്മിൽ കോ ലെൻഡിങ് ടൈപ്പ് വരുന്നത്. അപ്പോൾ SBIയുടെ സ്റ്റാറ്റിക് എല്ലാവർക്കും അറിയാമല്ലോ. ഫൗണ്ട് ചെയ്ത വർഷം എന്ന് പറയാം 1955 ആണ്. പിന്നെ അതുപോലെ മുംബൈയാണ് ഹെഡ് ക്വാർട്ടർ. CEO ചെയർമാൻ വന്നിട്ട് ദിനേഷ് കുമാർ ഖാര ആൻഡ് ടാഗ് ലൈൻ വന്നിട്ട് പ്യുവർ ബാങ്കിങ് നത്തിങ് എൽസ്. ഇനി അടുത്തത് ഒരു അത്ര ഇമ്പോർട്ടൻറ്റ് ന്യൂസ് അല്ല. RBI മോണിറ്ററി പെനാൽറ്റി പറഞ്ഞിട്ടുണ്ട് കുറച്ച് ബാങ്കിനൊക്കെ. അതായത് അറിയാമല്ലോ
ആർ ബി ഐക്ക് കുറേ റെഗുലേഷൻസ് ഉണ്ട്, കുറേ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അത് പാലിക്കുന്ന അല്ലെങ്കിൽ അതിൽ നിന്ന് വ്യതിചലിക്കുന്ന ബാങ്കുകൾക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ആർ ബി ഐ പെനാൽറ്റി പ്രഖ്യാപിക്കും. അതാണ് മോണിറ്ററി പെനാൽറ്റി ബൈ ആർ ബി ഐ എന്ന് ഉദ്ദേശിക്കുന്നത്. അതിൽ ഇപ്പം ആദ്യം വന്നിരിക്കുന്നത് ഫെഡറൽ ബാങ്കിനാണ്. ഫെഡറൽ ബാങ്കിന് ഒരു 30 ലക്ഷത്തിൻ്റെ പെനാൽറ്റി പറഞ്ഞിട്ടുണ്ട്. ഫെഡറൽ ബാങ്ക് ലിമിറ്റിന് ആർ ബി ഐ ഒരു 30 ലക്ഷം രൂപയുടെ പെനാൽറ്റി കൊടുത്തിട്ടുണ്ട്. അത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോ യുവർ കസ്റ്റമർ KYC ഡയറക്ഷൻസ് ഒക്കെ അത്ര പാലിക്കാത്തതിനോ അല്ല അതിൻ്റെ എന്തെങ്കിലും നോൺ കംപ്ലയിൻസിന് വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെ ഒരു പെനാൽറ്റി വന്നേക്കുന്നത്. അപ്പോൾ ഫെഡറൽ ബാങ്കിന് ആർ ബി ഐ 30 ലക്ഷം രൂപയുടെ മോണിറ്ററി പെനാൽറ്റി ഇമ്പോസ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതൊന്ന് പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെയാണ്. പഞ്ചാബ് നാഷണൽ ബാങ്കിന് ഇതുപോലെ 72 ലക്ഷം രൂപയുടെ മോണിറ്ററി പോളിസി ആർ ബി ഐ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ആർ ബി ഐ ഇമ്പോസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ആർ ബി ഐയുടെ പെനാൽറ്റി അതിൻ്റെ ഓരോ സെക്ഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞേക്കുന്നത്. ആർ ബി ഐയുടെ സ്റ്റാറ്റിക് ന്യൂസ് നോക്കാം. 1935 ഫൗണ്ട് ചെയ്തത്. എസ് ബി ഐ ആണെങ്കിൽ 1955 ആർ ബി ഐ ആണെങ്കിൽ 1935 ഫൗണ്ട് ചെയ്തത്. ഇനി ആർ ബി ഐയുടെ ഹെഡ് ക്വാർട്ടർ ആണെങ്കിലും എസ് ബി ഐയുടെ ആണെങ്കിലും ഓഫ് ഇന്ത്യ എന്ന് എൻഡ് ചെയ്യുന്ന ഏതൊരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ആണെങ്കിലും ഹെഡ് ക്വാർട്ടർ വന്നിട്ട് മുംബൈയിലായിരിക്കും ഉള്ളത്. ഇനി അതിൻ്റെ ചെയർമാൻ അറിയാമല്ലോ, അതിൻ്റെ ഹെഡ് ആർ ബി ഐയുടെ ഹെഡ് ആരാന്നറിയാമല്ലോ, ശക്തികാന്ത ദാസാണ് ആർ ബി ഐ ഗവർണർ എന്ന് പറയുന്നത്. അടുത്ത ന്യൂസ് നോക്കാം. ആക്സിസ് ബാങ്കിൻ്റെ ന്യൂസാണ്. ആക്സിസ് ബാങ്കും മഹേന്ദ്ര ലൈഫ് സ്പേസ് ഡെവലപ്പേഴ്സോട് ചേർന്നിട്ട് ഒരു ടൈപ്പ് വന്നിട്ടുണ്ട്. അതായത് മഹേന്ദ്ര ലൈഫ് സ്പേസ് ഡെവലപ്പേഴ്സ്, അതായത് ബിൽഡിംഗ് ഒരു ഫേമാണ്. ഓക്കെ, ഹോം ലോൺസ് ഒക്കെ കൊടുക്കുന്ന ഇതാണ്, അതല്ലെങ്കിൽ ഡെവലപ്പേഴ്സാണ്, ഹോം ഡെവലപ്പേഴ്സാണ്. അപ്പോൾ അവരെന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഗ്രീൻ ഹോംസ്, അതായത് നമ്മൾ ഗ്രീൻ ഹോംസ് എന്ന് പറയുമ്പോൾ എൻവയൺമെൻ്റലി സസ്റ്റൈനബിൾ ആയിട്ടുള്ള എനർജീസ് യൂസ്, അല്ലെങ്കിൽ എൻവയൺമെൻ്റലി സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഹോംസിനാണ് ഗ്രീൻ ഹോംസ് യൂസ് ചെയ്യുന്നത്. അതായത് എനർജി മാക്സിമം എഫിഷ്യൻ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നത്. വാട്ടർ ആണെങ്കിലും പിന്നെ ലൈറ്റ് ആണെങ്കിലും ഇലക്ട്രിസിറ്റി ആണെങ്കിലും എന്ത് എനർജി ആയിക്കോട്ടെ അതെല്ലാം മാക്സിമം എൻവയൺമെൻറ്റിന് ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിൽ മാക്സിമം എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഹോംസ്, അങ്ങനെ പണിയുന്ന വീടുകൾ, അതാണ് ഗ്രീൻ ഹോംസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഗ്രീൻ ഹോംസ് പണിയുന്ന അല്ലെങ്കിൽ ഡെവലപ്പേഴ്സിന് വേണ്ടിയിട്ട് ആക്സിസ് ബാങ്കും മഹേന്ദ്ര ലൈഫ് സ്പേസും കൂടെ ചേർന്നിട്ട് ഒരു പുതിയ ബെനിഫിറ്റ് അല്ലെങ്കിൽ പുതിയ സൊല്യൂഷനാണ് കൊടുക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ അവർക്ക് ബാക്കിയുള്ള ഹോം ലോൺസിന് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 0.25% ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് ലോൺസ് പ്രൊവൈഡ് ചെയ്യും. ആര് കൊടുക്കും? ആക്സിസ് ബാങ്ക് കൊടുക്കും. അതുകൊണ്ടാണ് ഈ ഹോം ഡെവലപ്പേഴ്സ് ആയിട്ടുള്ള മഹേന്ദ്ര ലൈഫ് സ്പേസ് വന്നേക്കുന്നത്. ഓക്കെ, ഇതൊരു റിയൽ എസ്റ്റേറ്റ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ആമാണ് മഹേന്ദ്ര ഗ്രൂപ്പിൻ്റെ. നേരത്തെ നമ്മൾ മഹേന്ദ്ര ഗ്രൂപ്പിൻ്റെ ഫിനാൻസ് കണ്ടല്ലോ, MNM, അതേപോലെ തന്നെ ഒരു ഹോം ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഫേമാണ് മഹേന്ദ്ര ഗ്രൂപ്പിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഗ്രൂപ്പാണ് മഹേന്ദ്ര ലൈഫ് സ്പേസ് ഡെവലപ്പേഴ്സ്. അപ്പോൾ അവരും ആക്സിസ് ബാങ്കോട് ചേർന്നിട്ടാണ് ഇങ്ങനൊരു പാർട്ട്ണർഷിപ്പ് വന്നത്. ഇത് എന്തിനാന്ന് വെച്ചാൽ ഒരു ചീപ്പർ റേറ്റിലുള്ള അല്ലെങ്കിൽ ഒരു കമ്പാരിറ്റീവ്ലി ചീപ്പർ റേറ്റിലുള്ള ഒരു ലോൺ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആർക്കൊക്കെയാണ് ലോൺ കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഗ്രീൻ ഹോംസ് വെക്കുന്ന അല്ലെങ്കിൽ അതിനോട് അങ്ങനെ ഗ്രീൻ ഹോംസ് പണിയുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. അതായത് ഗ്രീൻ കളറിലല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻവയൺമെൻറ്റൽ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഹോംസ്, അതായത് എനർജി എഫിഷ്യൻസിയൊക്കെ മാക്സിമം നല്ല എൻവയൺമെൻറ്റിന് ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിൽ നോക്കി വീടുകൾ പണിയുന്ന ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ 0.25% ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചായിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ അതാണ് മെയിൻലി പറയുന്നത് അതിനകത്ത്. അതുമാത്രമല്ല മറ്റേ ലോൺ പ്രൊസീജിയേഴ്സൊക്കെ പേപ്പർ വർക്കൊക്കെ മാക്സിമം കുറയും. അതുമാത്രമല്ല എല്ലാം ഡിജിറ്റലിയാണ് അവർ നോക്കുന്നത്. ഇത് മഹേന്ദ്ര ലൈഫ് സ്പേസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു 100% ഗ്രീൻ പോർട്ട്ഫോളിയോ പാലിക്കുന്ന ഒരു ഡെവലപ്പർ ഗ്രൂപ്പാണ്. ഓക്കെ, അപ്പോൾ അവരുടെ എയിം എന്താണെന്ന് വെച്ചാൽ നെറ്റ് സീറോ ഹോംസ് 2030 നമ്മുടെ നെറ്റ് സീറോ എമിഷൻ, കാർബൺ എമിഷൻ എന്ന് പറയുന്നത് നെറ്റ് സീറോ ആയിരിക്കും. അതാണ് അവരുടെ പോർട്ട്ഫോളിയോ പ്രകാരം അവർ പറയുന്നത്. അപ്പോൾ ഇനി ആക്സിസ് ബാങ്കിൻ്റെ സ്റ്റാറ്റിക് ന്യൂസ് നോക്കാം. 1993 ഫൗണ്ട് ചെയ്തത്. മുംബൈയിലാണ് ഹെഡ് ക്വാർട്ടർ വന്നിട്ട്. MD and CEO അമിതാഭ് ചൗധരിയാണ്. ടാഗ് ലൈൻ നോക്കാം, ബഡ്തി കാ നാം ജിന്ദഗി എന്നാണ് ടാഗ് ലൈൻ വന്നിട്ട്. ഓക്കെ, അടുത്തത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ന്യൂസ് അല്ല. ഡിജിറ്റൽ റുപ്പി ബൈ ICICI ബാങ്കാണ്. അതായത് നമുക്കറിയാം ഓരോ ബാങ്കുകളൊക്കെ ഇപ്പോൾ UPI ഇൻ്റർ ഓപ്പറബിലിറ്റി ചെയ്യുന്ന കാര്യം അറിയാമല്ലോ. അതായത്
അവർക്ക് എന്താ അവരുടേതായ ഒരു UPI ഇൻ്ററോപ്പറബിലിറ്റി, അതായത് ഏത് QR കോഡ് കണ്ടാലും അവരുടെ ആപ്പ് വഴി സ്കാൻ ചെയ്യുവാണെങ്കിൽ എന്താ ട്രാൻസാക്ഷൻസ് ഫീസിബിൾ ആയിരിക്കും, അല്ലെങ്കിൽ ഓക്കെ ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ICICIയും കൂടെ എന്താ ഒരു ആപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്, ഡിജിറ്റൽ റുപ്പി ആപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ അതുവഴി ഡിജിറ്റൽ റുപ്പി ബൈ ICICI ബാങ്ക് എന്നാണ് ആപ്പിൻ്റെ പേര്. അതുവഴി ഏത് മെർച്ചൻറ്റ് QR കോഡും അവർക്ക് സ്കാൻ ചെയ്യാം, അതോടെ തന്നെ പേയ്മെൻ്റ് ഒക്കെ എനേബിൾ ആവും. അപ്പോൾ ഇതാണ് ന്യൂസിനകത്ത് പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ ICICI ഇങ്ങനെ ഒരു സംഭവം തുടങ്ങിയതേ ഉള്ളൂ. ICICI മാത്രമല്ല ഈ ഒരു ഫെസിലിറ്റി കൊണ്ടുവന്നേക്കുന്നത്, ഒരുപാട് ബാങ്കുകൾ ഇങ്ങനത്തെ UPI ഇൻ്ററോപ്പറബിലിറ്റിയിൽ ഭാഗമാകുന്നുണ്ട്. ICICIയുടെ നോക്കാം, 1994 ഫൗണ്ട് ചെയ്ത വർഷം. അതിൻ്റെ ഹെഡ് ക്വാർട്ടർ മുംബൈയാണ്. അപ്പോൾ മുംബൈ ഹെഡ് ക്വാർട്ടർ വരുന്ന 4 ബാങ്ക് ഇപ്പം തന്നെ നമ്മൾ കണ്ടു. ഒന്ന് ICICI ബാങ്ക്, പിന്നെ ആക്സിസ് ബാങ്ക്, അതിന് മുന്നേ RBI, പിന്നെ റിസർവ് ബാങ്ക്, RBI, പിന്നെ SBI. ഇങ്ങനെ ഈ 4 ബാങ്ക് തന്നെ ഇപ്പം തന്നെ നമ്മൾ മുംബൈ ഹെഡ് ക്വാർട്ടർ വരുന്ന ബാങ്കുകളാണ്. ടാഗ് ലൈൻ എന്തായിരുന്നു? ഖയാൽ ആപ്ക. അതാണ് ടാഗ് ലൈൻ വന്നിട്ട്. MD ആൻഡ് CEO സന്ദീപ് ബക്ഷിയുമാണ്. അടുത്ത് നോക്കാം, AU സ്മോൾ ഫിനാൻസ് ബാങ്കാണ്. അവരൊരു കോ ബ്രാൻഡഡ് ക്രെഡിറ്റ് കാർഡ് ഇറക്കിയിട്ടുണ്ട്. ആരൊക്കെ തമ്മിലാണ്? AU സ്മോൾ ഫിനാൻസ് ബാങ്കും ഇക്സിഗോയും തമ്മിലൊരു പ്രീമിയം കോ ബ്രാൻഡഡ് ക്രെഡിറ്റ് കാർഡാണ് ഇറക്കിയിരിക്കുന്നത്. അപ്പം അത് ബേസിക്കലി Tier 2 ആൻഡ് Tier 3 മാർക്കറ്റ്സിലാണ് ഈ ഒരു കോ ബ്രാൻഡഡ് ക്രെഡിറ്റ് കാർഡ് അവർ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. ഇത് ആരൊക്കെയാണെന്നുള്ളതാണ് മെയിനായിട്ട്. ഇക്സിഗോം അല്ലെങ്കിൽ AU സ്മോൾ ഫിനാൻസ് ബാങ്ക് ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് അല്ലെങ്കിൽ ഏതൊരു പ്ലാറ്റ്ഫോമുമായിട്ടാണ് ഇപ്പം റീസെൻ്റായിട്ട് ഒരു കോ ബ്രാൻഡഡ് ക്രെഡിറ്റ് കാർഡ് ഇറക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ചോദിക്കാനാണ് ചാൻസ്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ഇക്സിഗോ എന്ന് വേണം കൊടുക്കാൻ. ഓക്കെ, അത് എന്തിനു വേണ്ടിയിട്ടല്ല, ആർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇത് മെയിൻലി ഇത് ഇക്സിഗോ AU കോ ബ്രാൻഡഡ് ക്രെഡിറ്റ് കാർഡ് ആരെയൊക്കെ ഫോക്കസ് ചെയ്തിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിൻലി ബസ്സസ് ആൻഡ് ഹോട്ടൽസ്, പിന്നെ ട്രെയിൻസ് ഉണ്ട്, പിന്നെ ട്രാവൽ വെർട്ടിക്കൽ അല്ലെങ്കിൽ ഏത് ട്രാവൽ മീൻസ് ആണെങ്കിലും, അല്ലെങ്കിൽ ഫ്ലൈറ്റ്സ്, ട്രെയിൻസ്, ഏതൊരു മെയിൻലി ട്രാവലിനാണ് ഇങ്ങനൊരു ക്രെഡിറ്റ് കാർഡ് യൂസ്ഫുൾ ആയിട്ടുള്ളത്. അത് ഫ്ലൈറ്റ് ആയിക്കോട്ടെ, ട്രെയിൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബസ് ആയിക്കോട്ടെ, ഇനിയും ഹോട്ടൽസ് ആണ്, ഏതൊരു ട്രാവൽ മീൻസിനും ഈ പറഞ്ഞ പോലെ ക്രെഡിറ്റ് കാർഡ്സ്, ഈ ഇക്സിഗോ AU ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യാൻ പറ്റും. ട്രാവലേഴ്സിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് AU സ്മോൾ ഫിനാൻസ് ബാങ്ക് ഇപ്പോൾ റീസെൻ്റ് ആയിട്ടൊരു കോ ബ്രാൻഡഡ് ക്രെഡിറ്റ് കാർഡ് ഇറക്കി. അത് ഏത് പ്ലാറ്റ്ഫോമുമായിട്ട് ടൈപ്പ് ചെയ്തിട്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇക്സിഗോ. ഓക്കെ, അങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. AU സ്മോൾ ഫിനാൻസ് ബാങ്കിനെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടായിരുന്നു, 1996 ഫൗണ്ട് ചെയ്തത്. ഇനി അതിൻ്റെ ഹെഡ് ക്വാർട്ടർ വന്നിട്ട് രാജസ്ഥാനിലെ ജയ്പൂരിലാണ്. ഇനി ചെയർമാനാണ് രാജ് വികാസ് വർമ്മയാണ്. ചെയർമാൻ വന്നിട്ട് MD ആൻഡ് CEO ആണ് സഞ്ജയ് അഗർവാൾ ആണ് MD ആൻഡ് CEO വന്നിട്ട്. ഓക്കെ, അടുത്തത് ഒരു ഇലക്ട്രൽ ബോണ്ടിൻ്റെ ആണ്. ഗവൺമെൻറ് ഓതറൈസസ് SBI ആണ്. SBI ആയിട്ട് ഇലക്ട്രൽ ബോണ്ട് ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് SBI ഗവൺമെൻറ് ഓതറൈസ് ചെയ്തിട്ടുണ്ട്. ഇലക്ട്രൽ ബോണ്ട് എന്താണെന്ന് അറിയാമെന്ന് വിശ്വസിക്കുന്നു. അതായത് നമ്മുടെ ഈ പൊളിറ്റിക്കൽ പാർട്ടീസിലൊക്കെ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, ഓരോ ഇലക്ഷൻ സമയത്ത് ഇത്ര ലക്ഷം രൂപ, 10 ലക്ഷം രൂപ, 5 ലക്ഷം രൂപ, ഇങ്ങനെ ഓരോ ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഇത്ര രൂപ ഇങ്ങനെ ലെൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിനെയാണ് ഇലക്ട്രൽ ബോണ്ട് എന്ന് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് പാർട്ടി അല്ലെങ്കിൽ ഇലക്ഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇലക്ട്രൽ ബോണ്ട്സ് മെയിൻലി യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിന് SBIക്ക് ഓതറൈസേഷൻ ഗവൺമെൻറ് കൊടുത്തു. ഇതാണ് ന്യൂസിനകത്ത് പറയുന്നത് ബേസിക്കലി. അല്ലാണ്ട് അതിന് പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളില്ല. SBIയുടെ ഓൾമോസ്റ്റ് ഒരു 29 ഓതറൈസ്ഡ് ബ്രാഞ്ചസിലാണ് ഈ ഒരു ഓതറൈസേഷൻ കൊടുത്തിട്ടുള്ളത്. ഇനി അത് ഏതൊക്കെ ദിവസം തൊട്ട് ഏതൊക്കെ ദിവസം വരെയാണ് എഫക്റ്റീവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6 നവംബർ ടു 20th നവംബർ വരെയാണ് എഫക്റ്റീവ് ആയിട്ടുള്ളത്. ഏത് ബാങ്കിനാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അത് 29th ഫേസ് ഓഫ് സെയിലാണ് ഇപ്പം നടക്കുന്നത്. ഇനി ഇലക്ട്രൽ ബോണ്ടിൻ്റെ ഫീച്ചേഴ്സാണ് പറയുന്നത്. 15 കാലണ്ടർ ഡേയ്സിൻ്റെ വാലിഡിറ്റിയാണ് ഉള്ളത്. പൊളിറ്റിക്കൽ പാർട്ടീസിന് വേണ്ടിയിട്ടാണ് ബേസിക്കലി ഈ ഒരു ഇലക്ട്രൽ ബോണ്ട്, മെയിൻലി അവർക്ക് വേണ്ടിയിട്ടാണ്. അതിൻ്റെ വാലിഡിറ്റി എക്സ്പയർ ചെയ്തതിന് ശേഷം മാത്രമേ ഡെപ്പോസിറ്റും കാര്യങ്ങളൊക്കെ ഉള്ളൂ അതിനകത്ത്. അതിൻ്റെ എക്സ്പയറിയാണ് 15 കാലണ്ടർ ഡേയ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റേറ്റ് ബാങ്കിൻ്റെ SBIയുടെ നേരത്തെ നമ്മൾ കണ്ടതാണ്, റിപ്പീറ്റ് ചെയ്യുന്നില്ല. അടുത്ത ന്യൂസ് ഒരു റൂപേ ക്രെഡിറ്റ് കാർഡിൻ്റെ ആണ്. ഇൻഡസ് ബാങ്ക് ഇന്ത്യയുടെ ഒരു പ്ലാറ്റിനം റൂപേ ക്രെഡിറ്റ് കാർഡ് ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. ആരുമായിട്ടൊക്കെ NPCIയുമായിട്ട് ടൈപ്പ് ചെയ്തിട്ടാണ് ഇൻഡസിൻഡ് ബാങ്ക് ഇപ്പോൾ ഈ ഒരു റൂപേ ക്രെഡിറ്റ് കാർഡ് ഇറങ്ങിയത്. അതിൻ്റെ പേരാണ് ഇൻഡസിൻഡ് ബാങ്ക് പ്ലാറ്റിനം റൂപേ ക്രെഡിറ്റ് കാർഡ്.
അത് ബേസിക്കായിട്ട് ഇത്രയൊക്കെ ഉള്ളൂ. ഇൻഡസിൻഡ് ബാങ്ക് പ്ലാറ്റിനം റൂപേ ക്രെഡിറ്റ് കാർഡ് NPCM ആയിട്ട് ഇൻഡസിൻഡ് ബാങ്ക് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് വലിയ സ്ട്രെസ് ചെയ്ത് ചോദിക്കാനുള്ള കാര്യങ്ങളൊന്നുമില്ല. ഒരു ക്രെഡിറ്റ് കാർഡ് ഇറക്കിയ കാര്യമുള്ളൂ. അത് വലിയ ഇമ്പോർട്ടൻറ്റ് ന്യൂസൊന്നും അല്ല. ഓക്കെ, അടുത്ത് നോക്കാം. കാനറ ബാങ്ക് കസ്റ്റമേഴ്സ് ക്യാൻ മേക്ക് PPF സുകന്യ സമൃദ്ധി യോജന കോൺട്രിബ്യൂഷൻ. അതായത് നെഫ്റ്റ് വഴി അവർക്ക് ഏത് ബാങ്കിലും ഇനി എന്താ സുകന്യ സമൃദ്ധി യോജന കോൺട്രിബ്യൂഷൻസ് നടത്താമെന്ന് കാനറ ബാങ്ക് കസ്റ്റമേഴ്സിന് പുതിയൊരു ഫെസിലിറ്റി വന്നിട്ടുണ്ട്. അതായത് PPF എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ, പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ടാണ്. പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട്, അതായത് PPF. അപ്പം അവർക്ക് കാനറ ബാങ്കിൻ്റെ കസ്റ്റമേഴ്സിന് ഇപ്പം എന്താ ക്രെഡിറ്റ് ചെയ്യാൻ പറ്റും. പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ടും അതുപോലെ സുകന്യ സമൃദ്ധി യോജന അക്കൗണ്ട് വഴി അവർക്ക് എന്ത് ക്രെഡിറ്റ് ചെയ്യാം. കാനറ ബാങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന അക്കൗണ്ട്സിലൊക്കെ അവർക്ക് നെഫ്റ്റ് വഴിയും ഇനി എന്താ എമൗണ്ട് അല്ലെങ്കിൽ പൈസ ക്രെഡിറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് പുതിയതായിട്ട് വന്ന ഫെസിലിറ്റി. അത് കാനറ ബാങ്കാണ് ഇപ്പോൾ കൊണ്ടുവന്നത്. അതുകൊണ്ട് കാനറ ബാങ്കിൽ അല്ലെങ്കിൽ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഈ അക്കൗണ്ട്സിൽ PF ഫണ്ട് ആയിക്കോട്ടെ അല്ലെങ്കിൽ സുകന്യ സമൃദ്ധി യോജന ഫണ്ട് ആയിക്കോട്ടെ, ആ അക്കൗണ്ട്സിലൊക്കെ ഇനി നെഫ്റ്റ് എന്ന് പറയുമ്പോൾ നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ ആണ് നെഫ്റ്റ് എന്ന് പറയുന്നത്. നെഫ്റ്റ് ഫെസിലിറ്റി യൂസ് ചെയ്തിട്ട് ഇനി എമൗണ്ട് എന്താ ക്രെഡിറ്റ് ചെയ്യാൻ പറ്റും. ഏത് ബാങ്ക് വഴി, ഏത് ബാങ്കിൽ നിന്ന് വേണേലും ഇവർക്ക് ഈ ഒരു ബാങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന അക്കൗണ്ടിലോട്ട് എമൗണ്ട് അയക്കാൻ പറ്റും, സെൻഡ് ചെയ്യാൻ പറ്റും. ഇതാണ് ബേസിക്കലി ആ ന്യൂസിനകത്ത് വരുന്നത്. അത് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസാണ്, ശ്രദ്ധിച്ചാൽ മതി. കാനറ ബാങ്ക് എന്നുള്ള കാര്യം ഓർത്ത് വെച്ചാൽ മതി. ഏത് വഴിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെഫ്റ്റ് വഴിയാണ്, നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ വഴിയാണ് ഇങ്ങനൊരു ഫെസിലിറ്റി ഇപ്പം അലോ ചെയ്തേക്കുന്നത്. ഇനി ഏത് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ അല്ലെങ്കിൽ ഏത് സ്കീമിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ PPF ഉണ്ട്, അതുപോലെ തന്നെ സുകന്യ സമൃദ്ധി യോജനയുണ്ട്. ഈ രണ്ട് അക്കൗണ്ടിലോട്ടുള്ള എമൗണ്ട് സെൻഡ് ചെയ്യാനുള്ള ഫെസിലിറ്റിയാണ് വന്നേക്കുന്നത്. ക്രെഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാനറ ബാങ്ക് ഇപ്പോൾ ഒരു ഫെസിലിറ്റി കൊണ്ടുവന്നേക്കുന്നത്. ഓക്കെ, ഇത് രണ്ടും എന്താ സ്മോൾ സേവിങ് സ്കീംസ് ആണ്, സുകന്യ സമൃദ്ധി യോജനയും പിന്നെ PPF എന്നും പറയുന്നത്. ഓക്കെ, ഈ രണ്ട് സ്കീമും ട്രിപ്ലി അതായത് EEE എക്സംപ്റ്റ് ഈ മൂന്ന് എക്സംപ്റ്റ് കാറ്റഗറിയിൽ വരുന്നതാണ് നമ്മുടെ PPFും സുകന്യ സമൃദ്ധി യോജന സ്കീമും വരുന്നത്. ഇത് രണ്ടും EEE എന്ന് പറഞ്ഞ സ്കീമിൽ അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ് ഈ രണ്ട് സ്കീംസും. ഓക്കെ, കാനറ ബാങ്കിൻ്റെ സ്റ്റാറ്റിക് ന്യൂസ് എന്താണെന്ന് വെച്ചാൽ 1906 ഫൗണ്ട് ചെയ്തത്. ഹെഡ് ക്വാർട്ടർ ബാംഗ്ലൂരാണ്. ഇനി MD and CEO ആരാണ്? K. സത്യനാരായണ രാജുവാണ് MD and CEO. ടാഗ് ലൈൻ വന്നിട്ട് ടുഗദർ വി ക്യാൻ. ഓക്കെ, ഇത്രയുമാണ് ഈ ന്യൂസിനകത്ത് പറയുന്നത്. അടുത്ത കൂടെ നോക്കാം. ഇന്ത്യ ഫസ്റ്റ് ലൈഫ് ഇൻഷുറൻസ് ഗോട്ട് ഗിഫ്റ്റ് സിറ്റി IFSC രജിസ്ട്രേഷൻ. ഇന്ത്യ ഫസ്റ്റ് ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്, ഒരു ലൈഫ് ഇൻഷുറൻസ് കമ്പനിയാണ്. അവർക്ക് എന്ത് കിട്ടി? ഗിഫ്റ്റ് സിറ്റി IFSC രജിസ്ട്രേഷൻ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അതാണ് ഗിഫ്റ്റ് സിറ്റി. എവിടെയാണ്? ഗുജറാത്തിലാണ് ഗിഫ്റ്റ് സിറ്റി വന്നേക്കുന്നത്. ഗിഫ്റ്റ് സിറ്റിയുടെ IFSC രജിസ്ട്രേഷനാണ് ഇപ്പോൾ നമ്മൾ കണ്ട ഇന്ത്യ ഫസ്റ്റ് ലൈഫ് ഇൻഷുറൻസ് കമ്പനിക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇത് ഇത്രയുമാണ് ബേസിക്കായിട്ട് അതിനകത്ത് ചോദിച്ചേക്കുന്നത്. IFSC ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ സർവീസസ് സെൻറ്റർ അതോറിറ്റിയാണ്. അത് സെപ്റ്റംബർ 2023 അതിൻ്റെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തത്. ഇനി ഇതെല്ലാം അത് ഇൻഷുറൻസിൻ്റെ കാര്യമാണല്ലോ, അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം റെഗുലേറ്റ് ചെയ്യുന്നത് IRD ആണ്. ഓക്കെ, അതാണ് ബേസിക്കായിട്ട് അതിനകത്ത് അത്രയും പറയുന്നത്. ഇതിനകത്ത് നോക്കി വെച്ചാൽ മതി, ഈ ഒരു പേര് ഓർത്തിരിക്കണം. പിന്നെ IFSC ഗിഫ്റ്റ് സിറ്റിയുടെ രജിസ്ട്രേഷൻ കിട്ടി. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ഇന്ത്യ ഫസ്റ്റ് ലൈഫ് ഇൻഷുറൻസിൻ്റെ കമ്പനിയുടെ ഫൗണ്ട് ചെയ്ത വർഷം 2009 ഫൗണ്ട് ചെയ്തത്. അതേപോലെ മുംബൈയാണ് ഹെഡ് ക്വാർട്ടർ. ദേവദത്ത് ചന്ദാണ് ചെയർമാൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ഇത് ഇത്രയുമാണ് നവംബർ ഫസ്റ്റ് വീക്കിലെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇതിനകത്തുനിന്ന് 2-3 ക്വസ്റ്റ്യൻസ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നത്. ബാക്കിയൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ല, പക്ഷെ നമുക്ക് നോക്കാതിരിക്കാനും പറ്റത്തില്ല. എവിടെ നിന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. സോ ഇത്രയുമാണ് നവംബർ ഫസ്റ്റ് വീക്കിലെ ബാങ്കിങ് ആൻഡ് ഫിനാൻസ് ന്യൂസ് എന്ന് പറയുന്നത്. അടുത്ത് നമുക്ക് വേറൊരു ന്യൂസ്, നാഷണൽ ന്യൂസോ അല്ലെങ്കിൽ ഫിനാൻസ് എക്കണോമി ന്യൂസോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സോ അതുവരേക്കും നിങ്ങൾ പ്രിപ്പറേഷൻ നല്ല രീതിയിൽ നടത്തുക. നോട്ട്സൊക്കെ ജസ്റ്റ് പ്രിപ്പയർ ചെയ്യുക. ഇതിന് PDF നിങ്ങൾക്ക് റേസ് ആപ്പിൽ കിട്ടുന്നതാണ്. PDF വേണമെന്നുണ്ടെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ടത് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് പഠിക്കുക. സോ മോക്ക് ടെസ്റ്റൊക്കെ നല്ല രീതിയിൽ നടക്കട്ടെ. സോ അതുവരേക്കും അടുത്ത വീഡിയോയിലേക്ക് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.